വണ്ടി ഇങ്ങോട്ട് മാറ്റി പാർക്ക് ചെയ്യും. നീ ആരാടാ ഇവിടത്തെ സൂപ്രണ്ടോ അതോ എം ഡിയോ? സൂപ്രണ്ട് അവിടുന്നാണ് ഞാൻ. പിന്നെ നീ എം ഡിയോ? വരവും മറ്റും കണ്ടാൽ ഇവിടത്തെ ജനറൽ മാനേജറാണെന്നേ തോന്നുന്നു. കുറച്ചു ദിവസമായി ഞാൻ നോട്ട് ചെയ്യുന്നു. എടാ, അവനവന്റെ യോഗ്യതയ്ക്ക് അനുസരിച്ച് വേണം വേഷം ധരിക്കാൻ, എന്നെ പോലെ. എന്റെ പൊന്ന് സാറേ, ഇവിടുത്തെ എം ഡി ആണ് ഞാനെന്ന് പറഞ്ഞാണ് ഒരു വിവാഹം ആലോചിച്ച് ഉറപ്പിച്ചിരിക്കുന്നത്. ഇഷ്ടപ്പെട്ട പെണ്ണിനെ കെട്ടാൻ കഴിയാതെ വന്നാൽ ആത്മഹത്യ എന്നിവരുടെ ലിസ്റ്റിൽ ഈ രൂപേഷ് കുമാറിന്റെ പേരും പെടും. അതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് പാന്റും ഷർട്ടും ടൈയും ധരിച്ചു വരാൻ സാറിനെ അനുവദിക്കണം. ഒരു 50 രൂപ സാറേ. ടാക്സിക്കാരന് കൊടുക്കാനാ. അടുത്ത മാസം ശമ്പളം കിട്ടുമ്പോൾ ഞാൻ തിരിച്ചു തരാം. ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. കൊണ്ടുപോയി തോല. അല്പന ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രിക്ക് ഉടപിടിക്കുന്നു കേട്ടിട്ടേ ഉള്ളൂ. ഇതാ കാണുന്നു. വായന. ഓ പഞ്ച. ബാബു സാർ എന്താ വായിക്കുന്നേ? പ്രേംചന്ദിന്റെ ഗോദാനം. പ്രേംചന്ദിന്റെ ഗോദാനം. പുതിയ മാനേജർ വരുന്ന ദിവസമാ. ഇനി വായനയൊക്കെ ലഞ്ച് ടൈമിലൊക്കെ. എല്ലാവർക്കും എന്നോട് ഭയങ്കര ബഹുമാനമാ. പേര് എന്താ ഈ വേഷത്തിൽ? പുതിയ മാനേജർ വരുന്നോണ്ടാ? ഏയ് ഒന്നുമില്ല, നന്നായിട്ടുണ്ട് രൂപു. വെരി സ്മാർട്ട്. എന്നെ പോലെ ഈ വേഷത്തിൽ മേരിയെ കണ്ടാൽ സത്യത്തിൽ എനിക്ക് ചോദിച്ച പെണ്ണാണെന്നേ തോന്നുന്നു. ആണോ? എന്നാ രൂപ ഒരു കാര്യം ചെയ്യ്, പ്ലീസ് പോയി ഒരു ചായ വാങ്ങിച്ചോണ്ടോ. രാവിലെ കിട്ടിയില്ലേ? പോ. ഒരു ക്ലാസ് ഫോർ ഓഫീസറോട് പെരുമാറാത്ത തെണ്ടി. യമുന എന്താ ഈ ആലോചിക്കുന്നത്? ചായ കുടിക്ക. അതൊക്കെ പോട്ടേന്ന്. നിന്റെ കൂട്ടുകാരുടെ വിവാഹം എങ്ങനെയുണ്ടായിരുന്നു? തിരുവനന്തപുരത്ത് വരെ വിശേഷങ്ങൾ? ആ നശിച്ച ബസ്സിൽ കേറേണ്ടിയിരുന്നില്ല. അയാൾ അതിലുള്ള കാര്യം നിനക്കറിയില്ലായിരുന്നല്ലോ. ഇനിയിപ്പോ അയാളെ ഒന്ന് കണ്ടെന്ന് വെച്ചാൽ എന്താ കുഴപ്പം? അതോ പഴയ ഓർമ്മകളൊക്കെ വീണ്ടും തികട്ടി വരികയാണോ? ഓർമ്മകളോ? ഓർക്കാൻ മാത്രം ഒന്നും തന്നെ ബാക്കിയില്ല. പിന്നെന്താ ഈ മൂഡ് ഔട്ടിന് കാരണം? ക്യാഷ് റെവന്യൂയും അസിസ്റ്റന്റ് അക്കൗണ്ടന്റ് വത്സലയും 10 മണി കഴിഞ്ഞിട്ടും സീറ്റിൽ കാണാത്തതുണ്ട്. ഇന്ന് പുതിയ മാനേജർ വരുന്ന ദിവസമാണ്. ഇന്നൊരു ദിവസത്തേക്കെങ്കിലും മര്യാദയ്ക്ക് സീറ്റിൽ നിന്ന് ജോലി ചെയ്യണം. ഇത് ഞാൻ പറഞ്ഞതല്ല, സൂപ്രണ്ട് സാർ പറഞ്ഞാണ്. ഓ, മര്യാദയ്ക്ക് ജോലി ചെയ്യാൻ. പിന്നെ ഇല്ലെങ്കിൽ അയാളല്ലേ ഞങ്ങളുടെ ജോലി ചെയ്യുന്നത്? അതെ, അതെനിക്കറിയില്ലേ. ഞാൻ ആ ചുള്ളിക്കമ്പ് സൂപ്പറിനോട് പറഞ്ഞു, യമുന സിസ്റ്ററും വത്സല സിസ്റ്ററും നമ്മുടെ ഓഫീസിന്റെ പുരോഗതിക്കും ഉന്നമനത്തിനും വേണ്ടി അഹോരാത്രം പ്രയത്നിക്കുന്ന 2 സഹോദരി. ഞാൻ പറഞ്ഞ് ഇഷ്ടപ്പെട്ട് കാണും, അതാ പോയത്. പുറകെ ഞാനും പോവാം പശ പോലെ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പറഞ്ഞോളൂ. ഇവിടുത്തെ ക്യാഷ്യർ എവിടെ? എന്താ കാര്യം? അത് ഞാൻ അവരോട് പറഞ്ഞോളാം. താങ്ക് യു. ഗുഡ് മോർണിംഗ് മാഡം. മോർണിംഗ്. ഐ എം ഫ്രം നാഷണൽ ഏജൻസീസ്. VK മധുസൂദനൻ നായർ. V ഫോർ വെട്ടിക്കൽ എന്റെ വീട്ടുപേര്. K കൃഷ്ണൻ നായർ എന്റെ അച്ഛനാ. ഞങ്ങളുടെ 3 ബില്ല് ഇവിടെ പെൻഡിങ്ങിലുണ്ട്. വൺ ഈസ് 1,15,623, അനദർ ഈസ് 43,600 ആൻഡ് ദ തേർഡ് വൺ ഈസ് 2,13,000. ഇതിൽ ആദ്യത്തെ ബില്ല് ഡ്യൂ ആയി കഴിഞ്ഞു. നാഷണൽ ഏജൻസിന്ന് വേറൊരാളാണല്ലോ ഇവിടെ റെഗുലർ. ജോർജ് ഇഷ്ടം കമ്പനിയിൽ അല്പം തിരുമല നടത്തി മുങ്ങിയപ്പോ ഞാൻ പൊങ്ങി. ഐ എം എ ന്യൂ റിക്രൂട്ട്. ഞങ്ങളുടെ ബില്ലിന്റെ കാര്യം I don't like smoking. പിന്നെന്തിനാ ഈ ആഷ്ട്ര മേശപ്പുറത്ത് വെച്ചിരിക്കുന്നത്? ആഷ്ട്ര ഒരു അലങ്കാര വസ്തു അല്ലല്ലോ. Now we can say that. ഹലോ, ഈ ഓഫീസിൽ ആകെ കിണ്ണൻ ചരക്കുകളാണല്ലോ. എന്താ പറഞ്ഞേ? അല്ല, നമ്മുടെ ബില്ല് ഉടനെ ശരിയാവോ? അതല്ലേ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നാഷണൽ ഏജൻസീസിന്റെ ബില്ലാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. എനിക്കെങ്ങനെ മനസ്സിലാവും? പറയണ്ടേ? Envelope number 187/91 at 16/10/1991 for RS 1,50,623. You said it. ഇനിയും 2 ബില്ലുകൾ കൂടി ഉണ്ട്. ഒരു ബില്ല് ഡ്യൂ ആയിട്ടുള്ളൂ. മതി, ചെക്ക് കിട്ടിയ എനിക്ക് പോവാം. ചെക്ക് റെഡിയാവാൻ ഉച്ച കഴിയും. ആയിക്കോട്ടെ, ഞാൻ ഉച്ചയ്ക്ക് വരാം. ആവശ്യക്കാരൻ ഞാനാണല്ലോ. വേണ്ട, അങ്ങോട്ട് കൊടുത്തയച്ചോളാം. വളരെ ഉപകാരം. വരട്ടെ മാഡം. യു ആർ സോ കൈൻഡ്. ഏതാണ് ഈ സാധനം?
കണ്ടിട്ടൊരു ഞരമ്പ് രോഗിയാണെന്ന് തോന്നുന്നല്ലോ. ആയിരിക്കാം. ഏതായാലും നല്ല വീട്ടുപേര് വെട്ടിക്കൽ. ഇതെന്നാണാവോ ആ കമ്പനിയെ വെട്ടിച്ച് മുൻഗാമിയെ പോലെ മുങ്ങാൻ പോകുന്നത്? ഞാൻ അങ്ങനെ മുങ്ങുന്ന കൂട്ടത്തിലല്ല മാഡം. ഐ എം സോറി, ഞാൻ എന്റെ ഗ്ലാസ് എടുക്കാൻ മറന്നു. ആ, എന്റെ പേര് മറന്നിട്ടില്ലല്ലോ. വെട്ടിക്കൽ കൃഷ്ണൻ നായർ മധുസൂദനൻ. വെട്ടിൽ വീഴാതെ നോക്കണേ. വരട്ടെ. എന്റെ ദൈവമേ. സാറേ, സാർ എന്താ ചുമ്മാ ചുമ്മാ ചെക്ക് കിട്ടിയോ സാർ? കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ലെങ്കിൽ രൂപേഷ് ഇവിടെ ഉണ്ട് സാർ. കിട്ടാത്ത ചെക്കുകൾ, മടങ്ങിയ ചെക്കുകൾ, മുടങ്ങിയ ചെക്കുകൾ, ഇവയെല്ലാം ഈ രൂപേഷ് ഇടപെട്ടാൽ സെക്ഷൻ സെക്ഷൻ ചാടി ചാടി സമയത്തിന് സാറിന്റെ പോക്കറ്റിലെത്തും. സത്യമാണോ? ഞാൻ ജീവിതത്തിൽ ഇതുവരെ അതേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ സാറിന്റെ കാര്യത്തിന് അല്പ ചെലവുണ്ട്. ഓ, കൈക്കൂലി. അയ്യോ, അങ്ങനെ പറയരുത് സാർ. പിന്നെ സംതിങ് എന്ന് പറയുന്നതല്ലേ ഒരു മധുരം. ഓ, അപ്പൊ ഇതും സർക്കാർ ഓഫീസ് പോലെ ആയി. എങ്ങനെ ആവാതിരിക്കും സാർ? മൂലിയം കുത്തനെ ഇടിഞ്ഞില്ലേ? ആരുടെ? നാണയത്തിന്റെ. അരി, ഉപ്പ്, മുളക്, പഞ്ചസാര എന്നിവയുടെ വില കൂട്ടിയത് സഹിക്കാം. മറ്റവന്റെ വിസ്കി 175 രൂപ, ബ്രാൻഡി 160 രൂപ, റമ്മ് 125 രൂപ. സാധാരണക്കാരിവിടെ എങ്ങനെ ജീവിക്കും സാർ? സാറിന്റെ ബ്രാൻഡ് റമ്മാണോ, വിസ്കിയാണോ, ബ്രാൻഡിയാണോ, അതോ കനാൽ പരിഞ്ഞോ? ബ്രാൻഡൊക്കെ നമുക്ക് ചെക്ക് കിട്ടിയിട്ട് തീരുമാനിക്കാം. ആശാന്റെ വീട് എവിടാ? വളരെ ദൂരെയാണ് സാർ. ഓച്ചന്തുരുത്ത്. 2 ബസ് കയറണം. ഇടയ്ക്കൊരു കടത്തും. കടത്തുകാരൻ ചിലപ്പോ വന്നാലായി, ഇല്ലെങ്കിലായി. വലിയ പ്രയാസമാണ് സാർ ഇതുവരെ ഒന്ന് ജോലി ചെയ്യാൻ. പിന്നെ ജോലിയോടുള്ള ആത്മാർത്ഥം കൊണ്ട് ഹനുമാനെ പോലെ പറന്നെത്തും. ഓലക്കാലി തൂങ്ങിയവന്റെ കണങ്കാലി തൂങ്ങിയവനാണ് ഇവൻ. ചെക്ക് വാങ്ങിക്കാൻ ഇങ്ങ് വരുമല്ലോ. വാ. അയ്യോ, എന്താടോ ഇന്നൊരു ദുർനടപ്പ്? കാലാവസ്ഥയുടെ കുഴപ്പം കൊണ്ടായിരിക്കും. അതോ നിന്റെ കയ്യിലിരിപ്പുണ്ടോ? എന്ന് വേണമെങ്കിലും പറയാം. എനിക്ക് ഒരു ദിവസത്തെ ലീവ് തരുമോ? എന്തിനാ? ലീവ് സാങ്ഷൻ. എന്താ സിസ്റ്ററെ, ഇവിടെ ടൂർണമെന്റ് എക്സിബിഷനോ വല്ലതും നടക്കാൻ പോവാന്നോ? തലയ്ക്ക് മേളിൽ കെട്ടി മറിക്കുന്നു. ഓ അല്ല ബ്രദറെ, കന്നുകാലികളുടെ ഭയങ്കര ശല്യം. സിസ്റ്റർ കള്ളം പറയുക. കള്ളന്മാര് കയറാതിരിക്കാൻ വേണ്ടിയില്ലയോ? ചേച്ചേ, തന്നെ കുറിച്ച് ഞാൻ അങ്ങനെ പറയൂ? എന്നെ പറയില്ലെന്ന് എനിക്കറിയാം. നമ്മൾ രണ്ടുപേരും ഒരേ സ്ഥാപനത്തിൽ ജോലി നോക്കുന്നവരല്ലേ? ഗ്രേഡ് മാത്രം മാറിപ്പോയെന്നല്ലേ ഉള്ളൂ. വട കഴിക്കുന്നു. സാറിന് വേണ്ടി മേടിച്ചതാ. ഇന്ന് സാർ ഒരെണ്ണം കുറച്ച് കഴിച്ചാ മതി. എന്തൊരു വട തീറ്റിയാ. പിന്നെ ഇതിന് എത്ര ബലം പോരാ. ഒരു 2-2.5 അടി വാനം കുഴിച്ചിട്ട് കരിങ്കല്ലുണ്ട് ബേസ്മെന്റ് കെട്ടി ഒരു 9 ഇഞ്ച് ഘനത്തിൽ ഒരു 10-20 അടി നീളത്തിൽ ഇങ്ങനെ പോയി അവിടെ ചെന്നിട്ട് ഒരു 10-20 അടി പൊക്കത്തിൽ ഈ സെൻട്രൽ ജയിലിന്റെ മതില് പോലും ഇങ്ങനെ കെട്ടിക്കൊണ്ട് വന്നാലേ ഒരു പോയോ? വട കൊണ്ട് കൊടുക്കണം സാറേ. വേലി കെട്ടുകാർക്ക് എന്നോട് ഭയങ്കര ബഹുമാനം.